ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. ഇപ്പോ നമ്മളിപ്പോ വന്നത് നമ്മളെ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എയുടെ ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവുക. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജോബ് പ്രൊഫൈൽ ആസ് പെർ പി ഡബ്ല്യു ഡി മാനുവൽ. നമ്മൾ കുറെ ജോബ് പ്രൊഫൈൽ വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയും വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണാം. അതിൽ കുറെ നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. അപ്പൊ ഇതിൽ പറയുമ്പോൾ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഇപ്പോ നമ്മൾ പി ഡബ്ല്യു ഡിയിലാണെന്നുണ്ടെങ്കിൽ സിവിൽ അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ട് അല്ലെ. കാരണം വെച്ചാൽ പി ഡബ്ല്യു ഡി അതായത് പി ഡബ്ല്യു ഡി തന്നെ കുറെ ഡിപ്പാർട്ട്മെന്റ്, ബ്രിഡ്ജസ്, റോഡ്, അതേപോലെ കൺസ്ട്രക്ഷൻ, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിൽ സിവിലിനാണ് കുറച്ചധികം പോസ്റ്റ് ഉള്ളത്. ഇലക്ട്രിക്കലിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇലക്ട്രിക്കൽ വിങ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവിടെ കോമൺ ആയിട്ട് കുറെ വരുന്നുണ്ടാവും. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ ജനറൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് അത് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ വിങ്ങില് ഒരു എയുടെ ജോബ് എന്താണെന്ന് നേരെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനറൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോവാം. ഓക്കെ. ജനറൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ സിവിലിന്, അതേപോലെ ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ സിവിലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ ജനറൽ ആയിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെല്ലാം ഒന്നും എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. ചിലത് മാത്രമേ എന്താ പറയുക എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ചിലത് സിവിലിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പോവാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ആയിട്ട് ഉള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്നില്ലായിരുന്നു നോക്കാം. ഓക്കെ. മെയിൻ ആയിട്ട് ഒരു 10 റെസ്പോൺസിബിലിറ്റി ആണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ഗൈഡിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദി വർക്ക് ഓഫ് ദി ഇലക്ട്രിക്കൽ സ്റ്റാഫ് അറ്റാച്ച്ഡ് ടു ദി സെക്ഷൻ. നമുക്ക് ഓരോ സെക്ഷൻ ഓഫീസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ പി ഡബ്ല്യു ഡി ഓരോ സെഷൻ ഉണ്ടാവും. അപ്പൊ ആ ഓരോ സെഷനുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യാം, നമ്മളത് കൺട്രോൾ ചെയ്യണം. അതേപോലെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഗൈഡ് ചെയ്യാം. രണ്ടാമത്തെ എന്താ, അറേഞ്ചിങ് റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്ട്സ് റിപ്പോർട്ടഡ് ടു ഹിം ബൈ ദി ഫീൽഡ് സ്റ്റാഫ് ആൻഡ് റീസ്റ്റോറിംഗ് ദി സപ്ലൈ. ഓക്കെ. അതായത് നമ്മളെ ഫീൽഡ് സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവരെന്താ ഓരോരോ ഡിഫക്ട്സ് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ റെക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതായത് നമുക്ക് ആ ഒരു സപ്ലൈ നമുക്ക് എന്താ റീസ്റ്റോർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ, ഗൈഡിങ് ഇൻ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഇൻസ്റ്റാളേഷൻസ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. ഗൈഡ് ചെയ്യുക. പിന്നെ പീരിയോഡിക്കൽ ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റാളേഷൻസ്, നോട്ടിംഗ് ദി ടെസ്റ്റ് റീഡിങ്സ് ആൻഡ് മേക്കിംഗ് ടൈംലി ആക്ഷൻ ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്ട് വെൻ ദ ടെസ്റ്റ് റീഡിങ്സ് ആർ നോട്ട് വിതിൻ ദി സേഫ് ലിമിറ്റ്. അതായത് നമുക്ക് പല എക്യുപ്മെന്റ്സും ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ റീഡിങ്സ് എടുക്കണം. റീഡിങ്സ് നമ്മളവിടെ നോട്ട് ചെയ്യണം. അപ്പൊ ആ റീഡിങ്സ് നമ്മൾ എന്താ, അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അതൊരു സേഫ് ലിമിറ്റ്സിന്റെ ഇടയിലല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ നമ്മളത് കൃത്യമായിട്ട് എന്താ നമ്മളത് ടെസ്റ്റ് ചെയ്യണം. ആ ഒരു ഇൻസ്റ്റാളേഷൻ നമുക്ക് കൃത്യമായി ടെസ്റ്റ് ചെയ്യണം. ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ട്, റീഡിങ്സിൽ എന്തെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ റെക്ടിഫൈ ചെയ്യാനുള്ള ആക്ഷൻ നമ്മൾ എന്താ കൃത്യസമയത്ത് നമ്മൾ അതിന്റെ ഒരു ആക്ഷൻ എടുക്കാറുള്ളതാണ്. അഞ്ചാമത്തെ, പ്രിപ്പയറിംഗ് ആൻഡ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് ഫോർ ഇലക്ട്രിഫിക്കേഷൻ വർക്ക്സ് ആൻഡ് വെരിഫൈങ് ദ അഡിക്വൻസി ഇൻ കൺഫോമിറ്റി വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ്. നമ്മൾ ഓരോരോ വർക്കുകൾ ഉണ്ടാവും. അപ്പൊ വർക്കുകളുടെ സമയത്ത് നമ്മൾ എന്താ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യുക. അതേപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അതേപോലെ നമ്മൾ ഓരോത്തിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നില്ലാതെ നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ. അതേപോലെ ആറാമത്തെ എന്താ, ഇൻസ്പെക്ടിങ് വർക്ക്സ് ഇൻ പ്രോഗ്രസ് ആൻഡ് ഗിവിംഗ് നെസസറി ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇപ്പൊ നമുക്ക് ചില വർക്കുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ പ്രോഗ്രസ് എന്തായെന്നും അത് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കൃത്യമായിട്ട് നമ്മൾ എന്താ അത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അറേഞ്ച്മെന്റ്സ് ഓഫ് വർക്ക്സ് റിലേറ്റഡ് ടു UVIP വിസിറ്റ്സ് ആൻഡ് ഗവൺമെന്റൽ ഫംഗ്ഷൻസ്. നമ്മളിപ്പോ ചിലപ്പോൾ ഗവർണേഴ്സ് അവരാരെങ്കിലും നമ്മുടെ ജില്ലയിൽ നമുക്ക് അവിടെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഐ മീൻ ജില്ലയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വിസിറ്റിന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, ഇലക്ട്രിക്കൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഓവർസിയേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റാഫിനോ ഒക്കെ അവരെന്താ അറേഞ്ച്മെന്റ്സ് ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേക്കിംഗ് മെഷർമെന്റ്സ് ഓഫ് ഓൾ വർക്ക്സ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ബിൽസ്. ക്യാരിങ് ഔട്ട് എനി ആൻഡ് അതർ ഡ്യൂട്ടീസ് ദാറ്റ് മേ ബി അസൈൻ ടു ഹിം. അതായത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈ ഹി സുപ്പീരിയർ ഓഫീസേഴ്സ്. അതായത് സുപ്പീരിയർ ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഒക്കെ എന്ത് പറയുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക, വേറെ എന്തെങ്കിലും എക്സ്ട്രാ വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. ടു ചെക്ക് മെഷർമെന്റ് റെക്കോർഡ് ബൈ
ബൈ ദ ഓവർസിയർ. അതായത് ഓവർസിയർ റെക്കോർഡ് ചെയ്ത മെഷർമെന്റ്സ് ഒക്കെ എന്ത് നമ്മൾ പരിശോധിക്കണം. ഓക്കെ, ഇത്രയാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മളെ ഒരു 10 ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മളെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ജനറൽ റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻ ഫോർ ദ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന രീതി പറഞ്ഞത്. അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ വർക്ക് സൈറ്റുകളുണ്ട്. അപ്പൊ വർക്ക് സൈറ്റ് നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് വർക്ക് സൈറ്റ് നമ്മൾ പണി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ കൃത്യസമയത്തുള്ള നമ്മളത് ഡെലിവർ ചെയ്യാനുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ ഓഫീസ് നമുക്ക് അതിന്റെ അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ബിൽസ് കാര്യങ്ങള് അതൊക്കെ നമ്മളെ നമുക്ക് അതിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുക. അതേപോലെ നമ്മൾ അണ്ടറിലുള്ള ജീവനക്കാരുടെ വർക്കുകൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഓക്കെ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ജനറൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ സബോർഡിനേറ്റ് സ്റ്റാഫിന്റെ വർക്കുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുക. അതേപോലെ അവരെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇതിനൊക്കെ മെയിൻ ആയിട്ട്. അതേപോലെ എസ്റ്റിമേറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ജനറൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജോബ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വളരെ ഇതിന്റെ കൂടുതലായിട്ട് എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നും ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.